A car takes 84 minutes to cover 112 kilometer. If the speed of the car is decreased by 20 kilometer per hour, find time taken by the car to cover the same distance. ഒരു കാറ് 84 മിനിറ്റ് എടുക്കുകയാണ് കവർ ചെയ്യാൻ 112 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കാറിന് 84 മിനിറ്റ് വേണം. ഇനി എന്താ പറയുന്നത്? ദ സ്പീഡ് ഓഫ് ദ കാർ ഈസ് ഡിക്രീസ്ഡ്. ഈ കാറിൻ്റെ സ്പീഡ് ഇപ്പോഴുള്ള സ്പീഡിൽ നിന്ന് കുറയ്ക്കുകയാണ്. എത്ര? 20 കിലോമീറ്റർ പെർ ഹവർ കുറയ്ക്കണു. സ്പീഡ് 20 കിലോമീറ്റർ പെർ ഹവർ കണ്ട് കുറച്ചാൽ ടൈം ടേക്കൺ എത്ര സമയം വേണ്ടി വരും? സെയിം ഡിസ്റ്റൻസ്, ഇതേ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എത്ര സമയം വേണ്ടി വരും? അപ്പോൾ സ്പീഡ് കുറച്ചാൽ നമുക്കറിയാം സമയം കൂടുതൽ സമയം വേണ്ടി വരും. അപ്പോൾ ആ സമയമാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഈ വാചകത്തിൽ എന്തൊക്കെ അറിയാം? ടൈം അറിയാം, ഡിസ്റ്റൻസ് അറിയാം. അത് വെച്ച് നമുക്ക് സ്പീഡ് കാണാം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എത്രയാണ്? 112 കിലോമീറ്റർ ബൈ ടൈമോ? ടൈം 84 മിനിറ്റാണ്. ഇത് നമുക്ക് സാധാരണ സ്പീഡ് കിലോമീറ്റർ പെർ ഹവർ ആയിട്ടാണ് കാണുക. കിലോമീറ്റർ പെർ ഹവർ, ഇവിടെ മിനിറ്റാണ്. അപ്പോൾ ഈ മിനിറ്റിനെ നമ്മൾ ഹവറാക്കി മാറ്റണം, മിനിറ്റിനെ മണിക്കൂറാക്കണം. 84 ബൈ മിനിറ്റിനെ എങ്ങനെ മണിക്കൂറാക്കുക? 60 കൊണ്ട് ഹരിക്കുക. ഇതിനെ നമുക്ക് 4 കൊണ്ട് പിടിച്ചെടുക്കാം. 21 ബൈ 15 4 കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ അത്രയും. ഇപ്പോൾ എന്തായി? മണിക്കൂറായി. ഇനി ഇവിടെ വില കൊടുക്കുക എത്രയാണ്? 21 ബൈ 15 ഹവർ എന്ന് കിട്ടി. ഇതെങ്ങനെ ചെയ്യുക? ഇതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മുകളിൽ എത്രയാണ്? 112 ഇൻറ്റു ഇതിനെ തിരിച്ചിടുക 15 ബൈ 21 എന്ത് വരും? കിലോമീറ്റർ പെർ ഹവർ എന്ന് വരും. ഇത് നമുക്ക് വെട്ടിച്ചുരുക്കാം. വെട്ടിച്ചുരുക്കാൻ എന്താ ചെയ്യുക? ഇതിനെ 3 കൊണ്ട് വെട്ടിച്ചുരുക്കുമ്പോൾ 3 15 7 3 21. ഈ 7 112 കൂടി 16 7 112. 16 ഇൻറ്റു 5 80 കിലോമീറ്റർ പെർ ഹവറാണ്. എന്ത്? സ്പീഡ് 80 കിലോമീറ്റർ പെർ ഹവറാണ്. പക്ഷേ ഈ സ്പീഡ് എന്ത് പറയുന്നുണ്ട്? 20 കുറയ്ക്കാൻ പറയുന്നുണ്ട്. ഇത് ആദ്യം ഉണ്ടായ സ്പീഡ്, അത് 20 കുറയ്ക്കുമ്പോൾ എത്ര വരിക? 60 കിലോമീറ്റർ പെർ ഹവറാക്കി കുറച്ചാൽ നമുക്ക് എന്ത് കാണണം? ടൈം കാണണം അല്ലേ? ടൈം ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് അതേ ഡിസ്റ്റൻസ് ആണ്. എത്രയാണ്? 112 ബൈ സ്പീഡ് ബൈ കിട്ടിയതാണ്. എത്രയാണ്? 60. നമുക്കിതിനെ 4 കൊണ്ട് പിടിച്ചെടുക്കാം. 24 8 ശിഷ്ടം 3 32 8 32 ബൈ 15 4 60. എത്രയും? 28 ബൈ 15 അത്രയും മണിക്കൂറാണ്. നമുക്കിതിനെ ഇത് ഫ്രാക്ഷനായിട്ട് വരിക കാരണം ഇത് നമുക്ക് മിനിറ്റാക്കി മാറ്റാം. അപ്പോൾ എങ്ങനെയാണ്? 28 ബൈ 15 മണിക്കൂറിനെ മിനിറ്റാക്കാൻ 60 കൊണ്ട് ഗുണിക്കുക. നമുക്കിതിനെ 4 15 60 വെട്ടിച്ചുരുക്കുമ്പോൾ ഇപ്പോൾ 28 ഇൻറ്റു 4 112. ഇപ്പോൾ എന്താണ്? മിനിറ്റാണ്. കാരണം നമുക്ക് മണിക്കൂറിനെ മിനിറ്റാക്കാൻ 60 കൊണ്ട് ഗുണിച്ചാണ്. 112 മിനിറ്റ്. ഈ 112 മിനിറ്റ് പറഞ്ഞാൽ 60 മിനിറ്റ് 1 മണിക്കൂറാണ്. 60 മിനിറ്റ് 1 മണിക്കൂർ. അപ്പോൾ അത് 60 കുറച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ ഇതിൽ നിന്ന് 60 എടുത്തു. ബാക്കി എത്ര വരിക? 52. 60 52 112. അപ്പോൾ 1 മണിക്കൂറും 52 മിനിറ്റുമാണ് ഉത്തരം.